പിന്നെ നമ്മൾ ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിസ്കാരത്തിൽ ഒരൊറ്റ മുണ്ട് മാത്രം എടുത്ത് നിസ്കരിച്ചാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്നാൽ എത്ര ധരിക്കാം? എത്രയും ധരിക്കാം. ഒന്നിലധികം ഡ്രസ്സ് ധരിച്ച് നമസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒറ്റ മുണ്ട് മാത്രം എടുത്ത് നിസ്കരിക്കുന്നത് കറാഹത്തിന്റെ ഗണത്തിലാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. പ്രത്യേകിച്ച് എവിടെയാണ് നബി മറക്കാൻ പറഞ്ഞത്? മറക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ രണ്ടാമത് മറക്കുന്നുണ്ടെങ്കിൽ ചുമലാണ് മറക്കേണ്ടത്. ഈ ഭാഗം തലയുടെ കാര്യത്തിൽ ഇസ്ലാമിൽ പ്രത്യേക നിസ്കാരത്തിൽ നിയമങ്ങളൊന്നുമില്ല. പെരടി മറക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുസല്ലി അഹദുക്കും ഫി സൗബിൽ വാഹിദി ലൈസ അലാ ആതിഖിഹി മിൻഹു ശൈഉൻ. നിങ്ങളാരും ഒരൊറ്റ ഡ്രസ്സിൽ നമസ്കരിക്കരുത്. എങ്ങനെ? അവന്റെ പിരടിയിൽ ഒന്നും തന്നെ ഇല്ലാതെ. അപ്പൊ ഒറ്റ മുണ്ടാണെങ്കിൽ സ്വഹാബത്ത് എന്താ ചെയ്തിരുന്നത്? രണ്ട് കോന്തല കൊണ്ട് കഴുത്തിരിക്കൊണ്ട് കൂട്ടിക്കെട്ടുന്ന വേണ്ടല്ലേ? ഈ കല്യാണം, സുന്നത്തല്യാണം കഴിച്ചുള്ള കുട്ടികളെ നമ്മൾ കുടിപ്പിച്ചു കൊടുക്കും, അല്ലെങ്കിൽ രണ്ട് കോന്തലോട് പിടിച്ചു കെട്ടുന്നു. അതേപോലെ ഒരു കെട്ടിയിരുന്നു സ്വഹാബത്തിനാണ്. ആദ്യകാലത്ത് ഡ്രസ്സില്ലാതിരുന്ന കാലത്ത് സഹാബിമാർ അങ്ങനെ കെട്ടിയിട്ടാണ് നിസ്കരിച്ചിരുന്നത്. എന്നിട്ട് സുജൂദിലേക്ക് പോകുമ്പോ പെണ്ണുങ്ങളോട് നബി പറയും, പുരുഷന്മാര് സുജൂദിൽ എഴുന്നേറ്റിട്ടേ നിങ്ങൾ എഴുന്നേൽക്കാവൂ, കാരണം അവരുടെ ഔറത്ത് കാണാൻ സാധ്യതയുണ്ട്, ഡ്രസ്സിനാന്ന് അത്ര പഞ്ഞാണ്. ആ കാലത്ത് വരെ ഇവിടെ മറക്കാൻ വേണ്ടി പറഞ്ഞു നടത്താം. അപ്പൊ ഈ ഒറ്റ തുണിയെടുത്തിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നവര് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാരെ ചെയ്യും, ഒരൊറ്റ തുണിയെടുത്ത് നിസ്കരിക്കും. തുണിയാണല്ലോ നമ്മുടെ നാട്ടില്. തുണിയെടുത്ത് നിസ്കരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? താലിയിൽ ഒരു തൊപ്പി ഉണ്ടാവും. അപ്പൊ എന്റെ പെരടി കാലിയായി, വേറെ എവിടെ ഒന്നും ഉണ്ടാവില്ല. വേറെ ചില ആൾക്കാരെ ടവലുണ്ടാവും. ആ ടവൽ ഇവിടെയാണ് വേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യും? ആ ടവല് ഭക്തിയിൽ ഇവിടെ ഇങ്ങനെ, ആ മുറിയൻ ടവൽ ഇവിടെ ഇങ്ങനെ ഒതുക്കും. തലമുടി ഇങ്ങനെ മറക്കുക എന്നുള്ളത് നബി മറക്കാൻ വേണ്ടി പറഞ്ഞ ഈ ചുമൽ പെരടിയുടെ ഭാഗം വെച്ചിരുന്നു. അപ്പൊ പ്രവാചക ചര്യക്കനുസരിച്ച് ഒന്നിലധികം ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ നമ്മൾ ധരിക്കൽ സുന്നത്തായിട്ട് കറാഹത്ത് വരാതിരിക്കാൻ പറഞ്ഞ ഭാഗം ചുമലും കൂടെ മറക്കലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഇതോടെ മറക്കാതെ നിസ്കരിച്ച നിസ്കാരത്തിന് വല്ല കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. നിസ്കാരം ശരിയാകും, ഒരു സുന്നത്ത് നമുക്ക് നഷ്ടപ്പെടും. തല മറക്കുന്നതിനെ പറ്റി ഹദീസുകളിൽ പ്രത്യേകം ഒന്നും വന്നിട്ടില്ല. ചില ഹദീസുകളിൽ തലപ്പാവ് കെട്ടി നിസ്കരിച്ചാൽ തലപ്പാവ് കെട്ടാതെ നിസ്കരിക്കുന്നതിന്റെ 70 ഇരട്ടി കൂലിണ്ട് എന്നൊക്കെ പറയപ്പെടുന്ന ചില ഹദീസുകളുണ്ട്. ആ ഹദീസുകളെ സംബന്ധിച്ച് ശാഫിഈ മദ്ഹബിലെ തന്നെ അറിയപ്പെടുന്ന ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരു കിതാബുണ്ട്, അൽ-ലആലിഉൽ മസ്നൂഅ ഫിൽ അഹാദീസിൽ മൗദൂഅ എന്നാണ് അതിന്റെ പേര്. അൽ-ലആലിഉൽ മസ്നൂഅ, നിർമ്മിക്കപ്പെട്ട മുത്തുകൾ. എങ്ങനെ? ഒറിജിനൽ മുത്ത് അല്ലാതെ വെറും ഡ്യൂപ്ലിക്കേറ്റ് മുത്തുകളാണ്. ഏതുപോലെ? കള്ള ഹദീസുകൾ മാത്രം എടുത്ത് ക്രോഡീകരിച്ചൊരു കിതാബാണ്. ആ കിതാബിലാണ് ഈ തലീക്കത്തിന്റെ ഹദീസുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇപ്പോ നിസ്കാരത്തിൽ തലപ്പാവ് ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ മലക്കുകൾ അവന്റെ മേൽ പ്രത്യേകം സ്വലാത്ത് ചൊല്ലും. അള്ളയും മലക്കുകളും തലീക്കെട്ട് കെട്ടിയവരുടെ പേരിൽ നിസ്കരിക്കുന്ന പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു, അവരെ വാതിൽക്കൽ വെച്ച് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ ചില ഹദീസുകളുണ്ട്. അതൊക്കെയും വ്യാജ നിർമ്മിതവും അബദ്ധജടിലങ്ങളുമാണ് എന്ന് ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ഈ അൽ-ലആലിഉൽ മസ്നൂഅ ഫി അഹാദീസിൽ മൗദൂഅ എന്ന കിതാബിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. വേറെയും ഒരുപാട് പണ്ഡിതന്മാർ അത്തരത്തിലുള്ള ഹദീസുകളെ വിമർശിച്ചു. എന്നാൽ ഒരാൾ തലപ്പാവ് കെട്ടി ഭംഗിയായി തലയൊക്കെ മറിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അതിന് വിദഅത്താണോ? അല്ല. അങ്ങനെ ചെയ്യാം. കഴിയുന്നത്ര അലങ്കാരം ധരിച്ച് നിസ്കരിക്കാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷേ ഒരാൾ തലമറക്കാതെ നിസ്കരിച്ചു പോയെങ്കിൽ അവന് ഇമാമത്തിന് പറ്റൂലാന്നും അവൻ മുബത്തദിയാണെന്നും പുത്തൻവാദിയാണെന്നും അവന്റെ നിസ്കാരത്തിന് അവനെ പറ്റൂല എന്നുമൊക്കെയുള്ള തീവ്രവാദമുണ്ടല്ലോ, അത് ഇസ്ലാമികമല്ല എന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. തലമറക്കാം, തലമറച്ച് നല്ല ഭംഗിയിൽ നിസ്കരിക്കാം, കുഴപ്പമില്ല. പക്ഷെ അതില്ലെങ്കിൽ അവന്റെ നിസ്കാരത്തിനെന്തോ ഭംഗമുണ്ട് എന്നാണ് ആളുകളുടെ ധാരണ. ചില പള്ളികളിലൊക്കെ കണിശമായിട്ട് നമ്മുടെ നാട്ടിൽ പോയി വെക്കല് തുണി കൊണ്ട് അടിക്കാൻ പറ്റൂലെങ്കിൽ ഓല കൊണ്ടെങ്കിലും ഒരു തൊപ്പി മടഞ്ഞുണ്ടാക്കിയിട്ട് നമ്മൾ നിസ്കരിക്കാൻ പോയി തലയിൽ വന്ന് വീഴും. അപ്പൊ അത്ര ഒരു തീവ്രത കാണിക്കാൻ മാത്രം ഇത് തെളിവില്ല എന്നർത്ഥം. ഒരാളങ്ങനെ ചെയ്തോ കുഴപ്പമില്ല. അത് ചെയ്യാത്തവരെ വിമർശിക്കാൻ പ്രവാചകന്റെ ചര്യയിൽ തെളിവില്ല എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം.